ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമാണ് നമുക്ക്. അപ്പം ഡിഗ്രി ഉള്ളവർക്കൊക്കെ എഴുതാൻ പറ്റുന്ന നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയാം. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയൊരു നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ആണ് കേട്ടോ. നമുക്ക് കൂടുതലും നമുക്കത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ഡ്രീം ജോബ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പം കുറേ പേർക്ക് അത് ഡ്രീമായിട്ട് തന്നെ ഇരിക്കണം എന്നായിരിക്കും ഇപ്പോഴും. കാര്യം നമുക്ക് അതിനെക്കുറിച്ചുള്ള ആ എഫേർട്ട് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ എത്ര 2 പേപ്പറുണ്ട്, പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ അതിനകത്തൊരു സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കുമായിരിക്കും. അപ്പം മാക്സിമം ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പം ഒരു 1000 പേര്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു 1000 പേര് എഴുതുവാണെങ്കിൽ അതിൽ 1000 പേര് ഈ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരായിരിക്കും. പക്ഷേ ഈ ഒരു മൊഡ്യൂൾ കണ്ടിട്ട്, ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് പ്രിലിംസ്, പിന്നെ 2 എക്സാംസ്, പിന്നെ ഇൻ്റർവ്യൂ, അങ്ങനെ ഈ കടമ്പകളെല്ലാം കണ്ടിട്ട് നമ്മൾ സ്റ്റക്ക് ഓൺ ചെയ്തിട്ട് ഒരു 500 പേര് ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് മാറിക്കാണും അല്ലേ. അതൊരു അതൊരു ട്രൂത്താണ്. നമുക്ക് ആ ഒരു നമ്മുടെ കേരളീയരുടെ, അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു PSC ആസ്പിറൻസിൻ്റെ ഒരു ടെൻഷനാണ് നമ്മൾ ഇങ്ങനത്തെ ഉള്ള എക്സാംസ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങൾ SSC അല്ലെങ്കിൽ UPSC എഴുതുന്നവരൊക്കെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അവർ പഠിച്ചു തന്ന സിലബസ് തന്നെ കുറച്ചുകൂടെ ഒന്ന് ബ്രീഫായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ PSCയിലോട്ട് വഴിയിലോട്ട് വന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് അത്രയും ഡെപ്തിലോട്ട് അത്രയും തന്നെ പോകേണ്ട ആ ഒരു രീതിയിൽ നിന്ന് അവർക്ക് പഠിച്ചാൽ മതി. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മാക്സിമം നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ അതിനോടുള്ള എഫേർട്ട്, നമ്മളൊരു കൺസിസ്റ്റൻസി, നമ്മൾ അതിനോട് കാണിക്കുന്ന നമ്മുടെ ആ ഒരു പഠനത്തിനോടുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ, അതെപ്പോഴും നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് ഈ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് എഴുതാൻ പറ്റുന്നവർ, ഇപ്പം സാധാരണക്കാരുടെ ഒരു എക്സാമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ മാക്സിമം നമ്മൾ ഡിഗ്രിക്കാർ തന്നെ ഇതിൽ എഴുതാൻ നോക്കുക. അവർ തന്നെ നമ്മളിതിൽ കൂടുതലും പ്രൂവ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് എഴുതാൻ പറ്റുന്നവർ, നമുക്കിപ്പോൾ പറയാം, ഇപ്പോൾ DCA വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇത്ര ഒരു പെർസെൻറ്റേജ് ഡിഗ്രിക്കാർക്ക് പറഞ്ഞിട്ടില്ല, ഡിഗ്രി ക്വാളിഫൈഡ്, അപ്പോൾ ജസ്റ്റ് പാസ്സായിട്ടുള്ളവർക്കോ എങ്ങനെയാണെങ്കിലും, നമ്മളൊരു മിഡിൽ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ഒരു പഠനമുള്ള ഒരു കുട്ടിയാണെങ്കിലും, ആവറേജ് കുട്ടിയാണെങ്കിലോ, ഹൈ സ്റ്റാൻഡേർഡ് ആണല്ലോ, എങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇതാണ് തന്നിരിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ചുള്ള കുറച്ച് സമയം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു മെയ് ജൂണാണ് നമുക്ക് ടൈം തന്നിരിക്കുന്നത് പ്രിലിംസിൻ്റെത്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, പ്രിലിംസിന് നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും അതിന് നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് നമ്മൾ വളരെ വാസ്റ്റ് ഏരിയയിൽ നമ്മൾ പഠിച്ചു പോകണമെന്ന് അങ്ങനെ ഒരു ടെൻഷനൊന്നും ഇതിന് വേണ്ട. നമ്മളതിലൊരു ഡിഗ്രിയുടെ ഒരു റാങ്ക് ഫെയിൽ, ഇപ്പം മോസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ടാലൻറ്റും ലക്ഷ്യമായിരിക്കുമല്ലോ, അതിൻ്റെ ഒരു റാങ്ക് ഫെയിൽ ഡിഗ്രിയുടെ. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു PYQ ഡിഗ്രിയുടെ തന്നെ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ അതിൽ ഒരു NCERTയുടെ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. ഇപ്പം ഫോക്കസ് ഏരിയയൊക്കെ ഉണ്ട് നമ്മുടെ ലക്ഷ്യയുടെ, അങ്ങനെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ്. ഇത് 3 മതി നമുക്ക് ആ പ്രിലിംസ് എന്ന് പറയുന്ന ആ കടമ്പ കടക്കാനായിട്ട് അല്ലേ. പിന്നെ ഉള്ളത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്ക്, നമുക്ക് പ്രിലിംസ് കിട്ടി മെയിൻസിലോട്ട് കടക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഈ പ്രിലിംസ് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ട് തറവായിട്ട് എല്ലാം പഠിച്ചു പോവുക. പിന്നെ ഒരു 2 months ഉണ്ട്, അത് നമുക്ക് നമ്മുടെ പുതിയ നമുക്ക് കുറച്ച് ഇത് തന്നിട്ടുണ്ടല്ലോ, കൂടുതൽ കുറച്ചും കൂടെ ഉള്ള ടോപ്പിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ സെക്കൻഡ് പേപ്പർ എഴുതാനായിട്ട്. അതിൻ്റെ സിലബസ് കുറച്ചും കൂടെ വാസ്റ്റാണ്. നമുക്കത് മാനേജ് എഴുതാൻ പറ്റണം. പിന്നെ കൂടുതൽ നമുക്കറിയാം, LSGS ഒക്കെ എഴുതിയ കുട്ടികൾക്കറിയാം, നമ്മൾ കൂടുതൽ ക്രാക്ക് ചെയ്ത് നമ്മൾ ഒരു മെൻ്റൽ എബിലിറ്റി പോലെയായിരുന്നു നമ്മൾ കൂടുതലും എഴുതേണ്ടി വന്നിരുന്നത്. രണ്ടാമത് നമ്മൾ ടാക്കിൾ ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റും ആ ഒരു രീതിയിലിരുന്ന് എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കണ്ണിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് സെക്കൻഡ് പേപ്പറിൽ വരുന്നത് അല്ലേ. അപ്പോൾ മാക്സിമം നമ്മൾ അതിൽ അപ്രോച്ച് ചെയ്യുമ്പം ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി തന്നെ നമ്മളിരുന്ന് പഠിക്കേണ്ടതാണ്. നമുക്ക് കിട്ടും എന്നുള്ളൊരു ആദ്യം നമുക്ക് വേണ്ട ഒരു കോൺഫിഡൻസ് ആണ്. അത് നമ്മൾ ഉറപ്പായിട്ടും അത് കിട്ടും, അച്ചീവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് വെച്ചാൽ, നമ്മൾക്കിപ്പം 3-4 വർഷമൊക്കെ ഇനിയും PSC എഴുതാം എന്നുള്ളവരും, അല്ലെങ്കിൽ ഇതിൽ കൂടുതലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ കൂടുതലും എഴുതുക. പിന്നെ ഒരു 1 year ഒക്കെ ഉള്ളൂ ഇനിയിപ്പോൾ PSC അറ്റംപ്റ്റ് ചെയ്യാനൊക്കെ എന്നുള്ളവരാണെങ്കിൽ നമ്മൾ ഈ 10th പ്രിലിംസിൻ്റെ കൂടുതലും നന്നായിട്ട് പഠിച്ചു പോവുക. അതിൻ്റെ മെയിൻസ് എഴുതുക, നല്ലൊരു അതിലൊരു 100-നകത്ത് റാങ്ക് ഇതായിട്ട് വരാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതായിരിക്കും കൂടുതലും ബെറ്റർ. അവർ ഈ പറയുന്ന പോലെ ഈ ടെൻഷൻ വെച്ചിട്ട് അതും ഇല്ല ഇതും ഇല്ലാത്തൊരവസ്ഥ വരരുത്. അവർ മാക്സിമം 10th തന്നെ നോക്കി പോവുക. പിന്നെ ഇതൊരു ഡ്രീം ജോബായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എടുക്കുന്നവരാണെങ്കിൽ, ആ ഒരു നമുക്കൊരു ആ ഒരു ക്രാക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മതി, നമുക്കിത് കറക്റ്റായിട്ടിത് അപ്രോച്ച് ചെയ്ത് നമുക്ക് നേടാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾക്ക് പ്രിലിംസിൽ വരുന്നത് മാത്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി തന്നെയാണ്. അതിന് തന്നെ ഒരു 50 മാർക്കുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി ഫോക്കസ് ചെയ്ത് പഠിച്ചു പോവുക. അതിൽ റിവിഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു റാങ്ക് ഫെയിൽ എടുക്കുകയാണെങ്കിൽ തന്നെ അതിലിപ്പോൾ നമുക്ക് ശ്രീധരൻ മേനോൻ സാറിൻ്റെ ടെക്സ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അതിനൊരു വിഷമമൊന്നും വിചാരിക്കേണ്ട. നമ്മളെ ഈ ടെക്സ്റ്റ് ഉള്ളിടത്തോളം കാലം, നമ്മളൊരു റാങ്ക് ഫെയിൽ ഉള്ളിടത്തോളം കാലം ഡിഗ്രിയുടെ അത് മാക്സിമം നമ്മൾ കവർ ചെയ്യുക. ഒരു 2-3 റിവിഷൻ കൊടുക്കുന്ന രീതിയിൽ വേണം കവർ ചെയ്ത് പോകാൻ. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. നമുക്ക് ഇപ്പം നമുക്കറിയാം പ്രിലിംസിൻ്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 50ഒക്കെയാണ്. ഡിഗ്രിയുടെ പ്രിലിംസ് എന്ന് പറയുന്നത് 50-55 വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് കിട്ടണമെങ്കിൽ നമുക്ക് മാത്സും ഇംഗ്ലീഷും ഹിസ്റ്ററിയും മാക്സിമം നമ്മൾ നന്നായിട്ട് നോക്കിപ്പോയാൽ തന്നെ നമുക്കത് കിട്ടും. നമ്മുടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇതിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. കാര്യം ഈ ഒരു 3 സബ്ജക്റ്റ് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് പറയുന്നതിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് നമ്മൾ 2/3 ഒരു 2-3 തവണയെങ്കിലും റിവിഷൻ കൊടുത്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. പിന്നെ ഉള്ളത് മെയിൻസ്, അത് പിന്നീടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മളത് കൂടുതൽ പ്ലാൻ ചെയ്യേണ്ടതാണ്. അത് 2 മാസം നമുക്ക് കിട്ടും. കൂടുതൽ അത് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മോസ്റ്റ് ഓഫ് ഓൾമോസ്റ്റ് ടോപ്പിക്ക് നമുക്ക് പ്രിലിംസിൻ്റെ ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു പോകേണ്ടതാണ്. പ്രിലിംസ് ക്രാക്ക് ചെയ്താൽ തന്നെ നമ്മൾ മെയിൻസിൻ്റെ പേപ്പറിൽ വരുന്ന സെക്കൻഡ് പേപ്പറിൽ വരുന്ന ആദ്യത്തെ എക്സാം ഉണ്ടല്ലോ, ആദ്യം രാവിലെ ഉച്ചയ്ക്കായിട്ടാണല്ലോ, രാവിലത്തെ നമുക്ക് നന്നായിട്ട് ക്രാക്ക് ചെയ്യാനൊക്കെ ഈ മാത്സും ഇംഗ്ലീഷും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു നല്ലൊരു ഇതിലോട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ പിന്നെ ഇത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ ഒരു ടെൻഷൻ ഉള്ളവരാണെങ്കിൽ, പഠിച്ചാൽ കിട്ടും എന്നാലൊരു ടെൻഷനും കൂടെ ഉള്ളവരാണെങ്കിൽ ബെറ്റർ ടു ചൂസ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ മാക്സിമം നല്ലൊരു നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു പ്ലാറ്റ്ഫോം വേണം നിങ്ങൾ എടുക്കാൻ. ഇപ്പോൾ ലക്ഷ്യമാവട്ടെ, ഇപ്പം ടാലൻ്റ് ആവട്ടെ, അങ്ങനെ നമുക്ക് പ്രൂവ് ആയിട്ടുള്ളത് അല്ലേ. നമ്മളിപ്പോൾ വക്കാബ് സ്റ്റുഡിയോയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം PK ഉണ്ട്. അങ്ങനെ കുറച്ച് ചാനൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൂവൺ ആയിട്ടുള്ള കുറച്ച് ചാനൽസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളത് എടുക്കുക. അത് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. നമ്മളിപ്പം കുറച്ച് പൈസ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് നമ്മൾ ചെയ്താൽ തന്നെയും നമ്മൾ ഭാവിയിൽ ഫ്യൂച്ചറിൽ നല്ലൊരു അതിൻ്റെ ഇരട്ടിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളത് വിട്ടുകളയരുത്. മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ, നമുക്ക് പേ ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ പേ ചെയ്തിട്ട് നല്ലൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നവരെല്ലാവരും എഴുതുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഏത് എക്സാം ആണെങ്കിലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുക. എപ്പോഴും ഒരു പഠനത്തിലുള്ള ഒരു എൻജോയ്മെൻറ്റ് എപ്പോഴും തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.